നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ 144 നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും നിരോധനാജ്ഞയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 26-ന് ശേഷം തിരുവനന്തപുരം, പത്തനംതിട്ട അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ ഏപ്രിൽ 27-ന് രാവിലെ 6 മണി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ ഏപ്രിൽ 27-ന് വൈകിട്ട് 6 മണി വരെ നിരോധനാജ്ഞ തുടരുന്നതായിരിക്കും. മാത്രമല്ല, വോട്ടിംഗ് കേന്ദ്രം, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള്, വ്യാപാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്റർ, മറ്റു വിനോദ കേന്ദ്രങ്ങൾ, അതുപോലെ വിവാഹം, മരണം പോലെയുള്ള ചടങ്ങുകൾ, സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശബ്ദ പ്രചരണ വേളയിലെ വീടുകളിൽ തോറും കയറിയുള്ള പ്രചാരണത്തിനും ഈ ഒരു നിരോധനാജ്ഞ ബാധകമല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവശ്യ സേവന വിഭാഗം ജീവനക്കാർ, അതുപോലെ തന്നെ ക്രമസമാധാന ജോലിയിലുള്ളവർ എന്നിവർക്കെല്ലാം തന്നെ നിരോധനം ബാധകമല്ലെന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള 1973 ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ 144(2) പ്രകാരമാണ് ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് പ്രകാരമുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എല്ലാ പൊതുജനങ്ങളും മനസ്സിലാക്കിയിരിക്കുക. നിയമവിരുദ്ധമായിട്ടുള്ള സംഘം ചേരരുത്, അതുപോലെ തന്നെ പൊതുയോഗം അല്ലെങ്കിൽ റാലികൾ സംഘടിപ്പിക്കരുത്. എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രചാരകരുടെയും സാന്നിധ്യം ഉണ്ടാകരുത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളുടെ പ്രദർശനം, അതുപോലെ തന്നെ അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യരുത്. പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ, അതുപോലെ തന്നെ സൂക്ഷ്മ നിരീക്ഷകർ, അതുപോലെ തന്നെ ക്രമസമാധാന പാലന ചുമതലയുള്ളവർ, പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെ സെല്ലുലാർ, അതുപോലെ തന്നെ കോർഡ്ലെസ് ഫോണുകൾ, വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർ കോർഡ്ലെസ് ഫോണുകൾ, അതുപോലെ തന്നെ വയർലെസ് സെറ്റുകൾ എന്നിവ പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ ചുറ്റളവിൽ ഉപയോഗിക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷന് 200 മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത്. അതുപോലെ തന്നെ ഒന്നിലധികം പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ആണെങ്കിലും പോളിംഗ് സ്റ്റേഷൻ്റെ 200 മീറ്റർ പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കരുത്. ഇനി അതുപോലെ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 134(b) പ്രകാരം ആയുധം കൈവശം വയ്ക്കുവാൻ അനുമതിയുള്ളതിൽ ഒഴികെയുള്ളവർ ഈ പോളിംഗ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സമീപപ്രദേശങ്ങളിലോ ആയുധം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 26-നാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അടക്കം ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ മദ്യനിരോധനവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പന ശാലകളും ഇന്ന് വൈകിട്ട് 6 മണി മുതൽ അടച്ചിടും. 2 ദിവസമാണ് സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പന ശാലകളും അടച്ചിടുക. 48 മണിക്കൂർ ഡ്രൈ ഡേ ആണ്. ഇന്ന് ഏപ്രിൽ 24-ന് വൈകിട്ട് 6 മണിക്ക് അടച്ചിടുന്ന മദ്യവിൽപ്പന ശാലകൾ വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള 26-ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാകും തുറക്കുക. വോട്ടെണ്ണൽ ദിനമായിട്ടുള്ള ജൂൺ 4-നും സംസ്ഥാനത്തെ മദ്യവിൽപ്പന ശാലകൾ പ്രവർത്തിക്കില്ല. എല്ലാ പൊതുജനങ്ങളും ഈ ഒരു 144-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.